സ്വന്തം മകനെ പോലും നിയന്ത്രിക്കുവാൻ കഴിയാത്ത എ.കെ. ആന്റണി എന്തിനാണ് ഇന്ന് മാധ്യമങ്ങളെ കാണുന്നത്? പ്രേക്ഷകർക്കറിയാം, ഇന്ന് 5 മണിക്ക് KPCC ആസ്ഥാനത്ത് എ.കെ. ആന്റണി മാധ്യമങ്ങളെ കാണും എന്ന് അറിയിച്ചിട്ടുണ്ട്. എന്തിനാകും അദ്ദേഹം മാധ്യമങ്ങളെ കാണുന്നത്? നമുക്കറിയാം, കേരള രാഷ്ട്രീയത്തിൽ ഇപ്പോൾ ചില വിവാദങ്ങൾ പുകയുകയാണ്. ഈ സാഹചര്യത്തിൽ എ.കെ. ആന്റണി എന്തിന് മാധ്യമങ്ങളെ കാണണം? നമുക്കറിയാം, അദ്ദേഹം പ്രായാധിക്യത്തെ തുടർന്ന് ആരോഗ്യ പ്രശ്നങ്ങളാലാവണം സജീവ രാഷ്ട്രീയത്തിൽ അദ്ദേഹമില്ല. ദേശീയ രാഷ്ട്രീയത്തിൽ നിന്നും പിൻവാങ്ങിയ അദ്ദേഹം വീട്ടിൽ തന്നെയാണ്. ഏതെങ്കിലും വിഷയങ്ങളിൽ പ്രതികരണം ആഗ്രഹിക്കുന്ന മാധ്യമങ്ങൾ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോവുകയും അദ്ദേഹത്തിൻ്റെ വീട്ടിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ ഒരു അഭിപ്രായം എടുക്കുകയും ചെയ്യുകയാണ് സാധാരണ പതിവ്. പക്ഷേ എന്തുകൊണ്ടാണ് എ.കെ. ആന്റണി ഇന്ന് അദ്ദേഹം നേരിട്ട് മാധ്യമങ്ങളെ കാണുവാൻ തീരുമാനിച്ചത്? ഇതിൽ നിന്നൊരു കാര്യം വ്യക്തമാണ്. നാഥനില്ലാത്ത അവസ്ഥയിൽ എങ്ങോട്ട് പോകണമെന്നറിയാതെ ഉഴലുന്ന ഈ കപ്പലിനെ, ഈ കപ്പിത്താനില്ലാത്ത ഈ പ്രസ്ഥാനത്തെ പഴയ സ്രാങ്ക് വന്ന് ഒരു ഡയറക്ഷനിലാക്കുവാൻ ശ്രമിക്കുകയാണോ എന്ന് നമുക്ക് സംശയിക്കേണ്ടിയിരിക്കുന്നു. കാരണം KPCC പ്രസിഡന്റ് സ്ഥാനത്തിരിക്കുന്നത് വെറും ഒരു മരവാഴ, ഒരു അരമനക്കിങ്ങിണി, ഇവന്മാരുടെ ചട്ടുകം. അയാൾക്ക് എന്താണ് സംഭവിക്കുന്നതെന്ന് പോലും അറിയാൻ സാധിക്കുന്നില്ല. നിയമസഭയിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ വന്നാൽ തങ്ങൾക്ക് യാതൊരു പ്രതിരോധവും തീർക്കുവാൻ സാധിക്കത്തില്ല, അദ്ദേഹം വരരുതെന്നൊക്കെ പറഞ്ഞിട്ട് VD സതീശൻ പോയി പണി മേടിച്ച് കെട്ടുകയാണ്. പ്രതിരോധ നിര തകർന്ന് തരിപ്പണമാകുന്ന കാഴ്ചയാണ് നിയമസഭയിൽ നമുക്ക് കാണുവാൻ സാധിച്ചത്. ലോകമർദ്ദന വിഷയത്തിൽ സർക്കാരിനെ മുട്ടുകുത്തിക്കും ഞെട്ടിക്കും എന്നൊക്കെ പറഞ്ഞ ചതീശൻ ഇപ്പോൾ ഞെട്ടി നാണം കെട്ടിരിക്കുകയാണ്. ലോകമർദ്ദന വിഷയത്തിൽ യാതൊരു പുരോഗതിയും ഉണ്ടായിട്ടില്ല. സംസ്ഥാന സർക്കാർ ഏത് നിലപാടാണോ ആദ്യം സ്വീകരിച്ചത്, ആരോപണ വിധേയരായ പോലീസുകാരെ സസ്പെൻഡ് ചെയ്തു എന്നതിലുപരി അവരെ ഡിസ്മിസ് ചെയ്യുകയോ അതിലും വലിയ നടപടികളിലേക്ക് കടക്കുകയോ ഒന്നും ചെയ്തില്ല. ചുരുക്കം പറഞ്ഞാൽ വെറുതെ കിടന്ന് നിലവിളിച്ചതല്ലാതെ ഒരു ഇമ്പാക്റ്റും VD സതീശന് ഉണ്ടാക്കുവാൻ സാധിച്ചില്ല. ഇന്ന് നടത്തിയ പരാമർശത്തിൽ മുഖ്യമന്ത്രി എ.കെ. ആന്റണിയുടെ പേരെടുത്ത് പരാമർശിച്ചില്ല എങ്കിലും മുൻ കോൺഗ്രസ് സർക്കാരിന്റെ കാലത്ത് കേരളത്തിലുണ്ടായ നരനായാട്ടിനെ കുറിച്ച് അദ്ദേഹം പരാമർശിക്കുകയുണ്ടായി. അതുപോലെ തന്നെ തനിക്ക് കോൺഗ്രസ് ഭരണകാലത്ത് അനുഭവിക്കേണ്ടി വന്ന ക്രൂര പോലീസ് മർദ്ദനങ്ങളെക്കുറിച്ചും അദ്ദേഹം എണ്ണി എണ്ണി പറഞ്ഞു. അതുപോലെ തന്നെ 108 പോലീസുകാർക്കെതിരെ 2016-നും 2024-നും ഇടയ്ക്ക് നടപടിയെടുത്തു എന്നും അദ്ദേഹം പറഞ്ഞു. ചുരുക്കം പറഞ്ഞാൽ അടിയന്തര പ്രമേയം അവതരിപ്പിക്കണമെന്നാവശ്യപ്പെട്ട കോൺഗ്രസിനായത് അനുമതി നൽകുകയും ഭരണപക്ഷം അത് ശ്രദ്ധാപൂർവം കേൾക്കുകയും അതിന് കൃത്യമായ മറുപടി പറയുകയും ചെയ്തതോടെ ഇവർക്ക് ഉത്തരം മുട്ടിപ്പോയി. നിയമസഭയിൽ സകല പ്രതിരോധങ്ങളും തകർന്ന് നാണം കെട്ടുന്നു നിൽക്കുന്ന അവസ്ഥ. ഇന്ന് ചില MLA-മാർ എ.കെ. ആന്റണിയുടെ പേര് പരാമർശിക്കുകയുണ്ടായി. അന്നേരം ഒരു എ.കെ. ആന്റണിക്ക് ആരോ ഒരു പരാമർശം നടത്തി എന്ന പേരിൽ ഇത്രയും ആവേശത്തോടെ വന്ന് ഒരു പത്രസമ്മേളനം നടത്തേണ്ടുന്ന ആവശ്യകതയില്ല. പിന്നെ എന്തുകൊണ്ടാവാം എ.കെ. ആന്റണി ഇന്ന് മാധ്യമങ്ങളെ കാണുവാൻ തീരുമാനിച്ചത്? ആർക്കെങ്കിലും ഏതെങ്കിലും പഴയ കടൽ കിഴവന്മാർക്ക് വേണ്ടിയാണോ, അവർക്കൊരു വക്കാലത്ത് പറയുവാൻ വേണ്ടിയാണോ, അവരെ ന്യായീകരിക്കാൻ വേണ്ടിയാണോ എ.കെ. ആന്റണി വരുന്നത് എന്ന സംശയമുണ്ട്. ഈ പറയുന്ന കസേരമോഹികളായ ഏതെങ്കിലും പക്ഷത്തിനു വേണ്ടി ഒരു പക്ഷം പിടിക്കുവാനാണോ അദ്ദേഹം വരുന്നത് എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. അങ്ങനെയെങ്കിൽ ഈ എ.കെ. ആന്റണി എന്ന് പറയുന്ന ഈ മനുഷ്യന് ഇന്ന് രാഷ്ട്രീയ കേരളത്തിൽ എന്ത് പ്രസക്തിയാണ് ഉള്ളത്? ഇദ്ദേഹത്തിന് എന്ത് ഉപദേശം തരുവാനുള്ള ഒരു മോറൽ ബാക്ക്ഗ്രൗണ്ടാണ് ഉള്ളത്? നമുക്കറിയാം, ഈ വ്യക്തിക്ക് അദ്ദേഹം അർഹിക്കുന്നതിലും എത്രയോ വലിയ പദവികൾ ഈ പാർട്ടി നൽകി. സംസ്ഥാന മുഖ്യമന്ത്രിയായി, KPCC അധ്യക്ഷനായി, ഡിഫൻസ് മിനിസ്റ്ററായി,
അങ്ങനെ അദ്ദേഹത്തിൻ്റെ ഒരു കപ്പാസിറ്റി ലെവൽ വെച്ച് നോക്കുമ്പോൾ അദ്ദേഹത്തിന് സ്വപ്നം കാണുവാൻ വയ്യാത്ത പല പദവികളും ഇദ്ദേഹത്തിന് ലഭിച്ചു. എന്നാൽ ഗുഡ് ഫോർ നത്തിങ്, ഒരു ഗുണവും മണവും ഇല്ലാത്ത ഒരു നേതാവ് എ കെ ആന്റണിയെ കുറിച്ച് പറയുമ്പോൾ കേരള ജനതയ്ക്ക് പറയുവാൻ എന്താണുള്ളത്? ഒരു ഗുണവും മണവും ഇല്ലാത്ത നേതാവ്. ഇദ്ദേഹത്തിന് എന്തുപദേശമാണ് നൽകുവാൻ ഇന്ന് സാധിക്കുന്നത്? സ്വന്തം മകനെ കോൺഗ്രസിന്റെ ചോറ് കൊടുത്ത് ഊട്ടി വളർത്തി വലുതാക്കിയ മകനെ, ആ മകൻ കോൺഗ്രസ് പ്രസ്ഥാനത്തെ ആക്ഷേപിച്ച് BJP പക്ഷത്തേക്ക് പോയി. അദ്ദേഹം പത്തനംതിട്ട തെരഞ്ഞെടുപ്പ് സമയത്തൊക്കെ കോൺഗ്രസിനെ അധിക്ഷേപിച്ചത് അദ്ദേഹം പറഞ്ഞ വാക്കുകളൊന്നും ആരും മറന്നുപോകുവാൻ ഇടയില്ല. കോൺഗ്രസ് പാർട്ടിയുടെ ഇത്രയും മുതിർന്ന നേതാവ്, ഒരു മാതൃകാ പുരുഷന്റെ സ്വന്തം മകനെ നിലയ്ക്ക് നിർത്തുവാൻ പ്രാപ്തിയില്ലാത്ത, സ്വന്തം മകനെ കൺവിൻസ് ചെയ്യുവാൻ സാധിക്കാത്ത ഈ അപ്പൻ വന്ന് എന്ത് ഉപദേശമാണ് ഇവിടുത്തെ ചെറുപ്പക്കാർക്ക്, ഇവിടുത്തെ യുവതലമുറയ്ക്ക്, ഇവിടുത്തെ പാർട്ടി പ്രവർത്തകർക്ക് നൽകാനുള്ളത്? ആദ്യം ആന്റണി താൻ പോയി തൻ്റെ മകനെ ഒന്ന് നിയന്ത്രിക്ക്, നേർവഴിയിലാക്ക്, എന്നിട്ട് പോരെ ഞങ്ങളെ ഉപദേശിക്കുവാൻ എന്നവർ മുഖത്തടിച്ചു പറഞ്ഞാൽ ഇദ്ദേഹത്തിന് എന്തെങ്കിലും പറയുവാൻ സാധിക്കുമോ? ഈ അവശനിലയിലിരിക്കുന്ന ഇദ്ദേഹത്തിന് വീട്ടിൽ കൊട്ടൻ ചുക്കാതി തൈലവും തേച്ചിരിക്കേണ്ടുന്ന ഈ സമയം എന്തിനാണ് ഇത്തരത്തിൽ ഒരു പ്രഹസനം നടത്തുന്നത്? കോൺഗ്രസിന്റെ ഗതികേട് നോക്കുക. കൊള്ളാവുന്ന ആമ്പിള്ളാരെ, കഴിവുറ്റ യുവ നേതാക്കളെ ഒതുക്കിയിരുന്നിട്ട് ഇതുപോലത്തെ മുതുക്കുകളെ, അദ്ദേഹത്തിനുള്ള സകല ബഹുമാനവും ആദരവും എല്ലാം ഉണ്ട്, അതെല്ലാം നിലനിർത്തിക്കൊണ്ട് പറയട്ടെ, ഈ രാഷ്ട്രീയ കേരളത്തിൽ ഇന്ന് ജനങ്ങൾ ആഗ്രഹിക്കുന്നത്, കേൾക്കുവാൻ ആഗ്രഹിക്കുന്നത് ഇതുപോലത്തെ സത്തെടുത്ത കൊത്തുക്കളുടെ വാക്കുകളല്ല. ഇവർ വീട്ടിൽ കൊട്ടൻ ചുക്കാതി തൈലവും തേച്ച് TV ഒക്കെ കണ്ട് മര്യാദയ്ക്ക് കിടക്കട്ടെ. രാഷ്ട്രീയ കേരളത്തിൽ ഇതിനകത്ത് ആക്റ്റീവായി ഇടപെടുവാൻ ശേഷിയുള്ള, പ്രാപ്തരായുള്ള ആളുകൾ ഉള്ളപ്പോൾ എന്തിന് ഇവർ ഇത്തരം കാര്യങ്ങൾക്ക് പുറപ്പെടണം? ഇവർക്ക് എന്തെങ്കിലും ഉപദേശം കൊടുക്കണമെങ്കിൽ പത്രസമ്മേളനം വിളിച്ചല്ല കൊടുക്കേണ്ടുന്നത്. KPCC ആസ്ഥാനത്ത് വന്ന് ഈ കുഴിപ്പുളവന്മാരെ, ഈ അധികാരമോഹികളെ, ഈ കേക്കച്ചനെ, പിണറായിയുടെ കയ്യിൽ നിന്നും അച്ചാരം വാങ്ങി മൂന്നാമൂഴം കൊടുക്കുവാനിരിക്കുന്ന ഈ കുലംകുത്തികളെ, ഈ മാമകളെയും പിമ്പുകളെയും എല്ലാം KPCC ആസ്ഥാനത്ത് വിളിച്ചിരുത്തി ഇവന്മാരെ ഗുണദോഷിക്കുക. നാണം കെട്ടവന്മാരെ, ഇത്തരത്തിൽ പോയാൽ മൂന്നാമതും നീയൊക്കെ ഗാലറിയിലിരിക്കും. ഈ ഖദറിന് മുക്കാനുള്ള പശ മേടിക്കാനുള്ള കാശ് പോലും നിനക്കൊന്നും ഒരുത്തനും തരത്തില്ല, വെളിയിലിറങ്ങാൻ പറ്റത്തില്ലാത്ത അവസ്ഥ ഉണ്ടാകും. അതുകൊണ്ട് ഇത്രയും നല്ലൊരു സാഹചര്യമുള്ളപ്പോൾ നീയൊക്കെ തമ്മിലടിക്കാതെ, ചെറുപ്പക്കാരായ ആമ്പിള്ളാരുടെ പള്ളക്കടിക്കാതെ, നീയൊക്കെ മാനം മര്യാദയ്ക്ക് ആ ചെറുപ്പക്കാർക്ക് ജോലി ചെയ്യുവാനുള്ള അവസരം കൊടുക്കുകയും അവരെ ചേർത്ത് നിർത്തുകയും ചെയ്യുക. അല്ലെങ്കിൽ നിന്റെയൊക്കെ കാര്യം പോക്കാണ് എന്ന് പറയേണ്ടുന്ന എ കെ ആന്റണി ഇന്ന് പത്രസമ്മേളനം വിളിച്ച് എന്ത് പറയുവാനാണ്? ഇതെന്ത് തന്നെയാണേലും ഇത് പാർട്ടിക്ക് ഗുണം ചെയ്യുമോ എന്ന് കോൺഗ്രസ് പ്രസ്ഥാനത്തെ നെഞ്ചിലേറ്റുന്ന ജനങ്ങൾ ഒന്ന് ആലോചിക്കുക. ഈ എ കെ ആന്റണി ഇപ്പോൾ എന്തിനാണ് തിടുക്കപ്പെട്ടു വന്ന് പത്രസമ്മേളനം നടത്തേണ്ടുന്നത്? അതിന് കാരണം നിലവിലുള്ള കോൺഗ്രസ് നേതൃത്വങ്ങൾക്ക് കൺവിൻസിംഗ് ആയിട്ട് ഇന്ന് നിയമസഭയിൽ പോലീസ് അതിക്രമങ്ങളെക്കുറിച്ച്, കോൺഗ്രസ് ഭരണകാലത്തെ പോലീസ് അതിക്രമങ്ങളെക്കുറിച്ച് പരാമർശമുണ്ടായപ്പോൾ അതിനെ കൺവിൻസിംഗ് ആയിട്ട് പ്രതിരോധിക്കുവാനോ പറയുവാനോ സാധിച്ചില്ല. ഇത് കണ്ട് സഹിക്കവയ്യാതാവാം ഒരുപക്ഷെ മുൻ മുഖ്യമന്ത്രിയായ എ കെ ആന്റണി ഇന്ന് അദ്ദേഹത്തിന് പറ്റാവുന്ന രീതിയിൽ, ആർക്കും മനസ്സിലാകത്തില്ലെങ്കിലും അദ്ദേഹത്തിന്റെ മനസ്സ് തുമ്പുന്നു. ഇവന്മാർക്ക്, ഈ കിഴങ്ങന്മാർക്കൊന്നും കാര്യങ്ങൾ അറിയത്തില്ല, ഇവന്മാർക്ക് പ്രതിപക്ഷം സഭയിൽ നാണം കെട്ടു, പിണറായി വിജയന്റെ ഭരണകൂടത്തോട് മുഖം നോക്കി സംസാരിക്കുവാനുള്ള പ്രാപ്തിയില്ലാത്തവന്മാർക്ക് ഞഞ്ഞാകുഞ്ഞാ പറഞ്ഞു, അതുകൊണ്ട് യഥാർത്ഥ കാര്യങ്ങൾ ഞാൻ പറയാം എന്ന് പറഞ്ഞായിരിക്കണം ഒരു പക്ഷേ ഇന്ന് പത്രസമ്മേളനം വിളിക്കുന്നത്. ഇത് ഈ കേക്കച്ചന്റെയും പ്രതിപക്ഷ നേതൃത്വ നിരയിലിരിക്കുന്നവരുടെയും പരാജയമല്ലേ? KPCC അധ്യക്ഷൻ അടക്കം നിയമസഭയിൽ ഉണ്ടായിരുന്നു. ഇവന്മാർ ഇതെല്ലാം കേട്ട് പ്രതിരോധിക്കുവാൻ കഴിയാത്തത് കൊണ്ടാവണം ഇന്ന് വയ്യാതിരിക്കുന്ന എ കെ ആന്റണി കളത്തിലിറങ്ങുവാൻ പോകുന്നത്. അതുപോലെ ഈ പെൺവിഷയത്തിൽ എന്ത് എ കെ ആന്റണിക്ക് പറയുവാൻ സാധിക്കും? ഇദ്ദേഹത്തിന് പറയുവാൻ എന്ത്? ഈ എ കെ ആന്റണിയുടെ മകൻ എന്ന് പറയുന്ന അനിൽ ആന്റണി ഇതുവരെയായും പ്രായമിത്രയായും രണ്ടാമ്പിള്ളാരും പുര കവിഞ്ഞ് നിൽക്കുകയാണ്. ഇതുവരെ അവന്മാർക്കൊരു പെണ്ണ് കിട്ടുവാൻ സാധിച്ചിട്ടില്ല. അവന്മാരെ കുറിച്ചുള്ള
ഒരു പെണ്ണ് കേസുകൾ പോലും ഇതുവരെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. പക്ഷേ അനിൽ ആന്റണി മറന്നുപോയ ഒരു കാര്യമുണ്ട്. ആയുധ വ്യാപാരി ഡൽഹിയിലെ ഒരു ഫാം ഹൗസിൽ നടത്തിയ ഒരു പാർട്ടിയിൽ അന്ന് പോയി കാണിച്ച പരിപാടി അനിൽ ആന്റണിയുടെ മകൻ മറന്നുപോയോ? AK ആന്റണിക്ക് അതൊന്നും അറിയാമോ? അന്ന് ഇടികിട്ടിയിട്ട് രക്ഷപ്പെടുത്തിയ തിരുവനന്തപുരക്കാരനായ ആ ലഫ്റ്റനന്റ് കേണൽ ആരായിരുന്നു? ഡൽഹി പോലീസിൽ FIR വീഴാതെ രക്ഷപ്പെടുത്തിയത് ആരായിരുന്നു? ആ ആയുധ വ്യാപാരിയുടെ കയ്യിൽ നിന്നും മകൻ എന്താണ് കിട്ടിയത്? ഈ ആയുധ വ്യാപാരി ഒരുക്കുന്ന ഫാം ഹൗസ് പാർട്ടികൾക്ക് ഈ അനിൽ ആന്റണി എന്തിനാണ് പോയത്? അവിടെ കാണിച്ച വിക്രികൾ ഈ AK ആന്റണിക്ക് അറിയാമോ? ഇല്ലെങ്കിൽ ഇന്നത്തെ പത്രസമ്മേളനം കഴിയുമ്പം ഞങ്ങൾ കൃത്യമായി പറഞ്ഞു തരാം. സ്വന്തം മകനെ നിലയ്ക്ക് നിർത്തിയിട്ട് വേണം നാട്ടുകാരെ ഉപദേശിക്കുവാൻ. അതുപോലെ തന്നെ ഭാര്യ ഇപ്പോൾ കൃപാസനത്ത് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുകയാണ്. ഗുണവും മണവുമില്ലാത്ത എൻ്റെ ഈ കെട്ടിയവനെ കൊണ്ട് എനിക്കോ കുടുംബത്തിനോ യാതൊരു പ്രയോജനവും ഉണ്ടായില്ല, എൻ്റെ മക്കൾക്ക് യാതൊരു പ്രയോജനവും ഉണ്ടായില്ല. ഈ കുർവാസനം പാതിരിയുടെ ഉടമ്പടിയും അദ്ദേഹത്തിൻ്റെ ഉപദേശപ്രകാരമാണ് എൻ്റെ മകനെ BJP-യിലേക്ക് പോയത്. അവൻ BJP-യിലേക്ക് പോയാൽ വെച്ചടി കയറ്റമുണ്ടാകുമെന്ന് ഉപദേശിച്ചത് കുർവാസനം ജോസഫാണ് എന്ന് പരസ്യമായിട്ട് സാക്ഷ്യം പറഞ്ഞത് ഞങ്ങൾ നൽകിയിരുന്നത് പ്രേക്ഷകർ മറക്കുവാൻ ഇടയില്ലല്ലോ. ഇദ്ദേഹം ആദർശധീരനായിട്ടിരിക്കുമ്പോൾ ഒരു സൈഡിൽ ഇദ്ദേഹത്തിൻ്റെ ഭാര്യ ട്രസ്റ്റ് ഉണ്ടാക്കി. ആ ട്രസ്റ്റിന്റെ പേരിൽ എത്ര കോടികൾ പിരിച്ചു. ഇവർ വരച്ച പെയിന്റിംഗ് എന്നും പറഞ്ഞ് ലക്ഷക്കണക്കിന് രൂപയ്ക്ക് എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യ ഉൾപ്പെടെയുള്ള സർക്കാർ സ്ഥാപനങ്ങൾക്ക് എത്ര കോടിയുടെ പെയിന്റിങ് എലിസബത്ത് ആന്റണി വരച്ചതാണെന്ന് പറഞ്ഞ് കച്ചവടം നടത്തി. യഥാർത്ഥത്തിൽ ആ പെയിന്റിങ്ങുകൾ വരച്ച ബീഹാർ സ്വദേശികളായ ആദിവാസി പെൺകുട്ടികളെ ഞങ്ങൾ കണ്ടെത്തി കഴിഞ്ഞു. ഇതിന്റെ പേരിൽ ചാരിറ്റി ട്രസ്റ്റിന്റെ പേരിൽ സേനാ ഉദ്യോഗസ്ഥർ വരെ ലക്ഷങ്ങൾ മുടക്കി എലിസബത്ത് ആന്റണിയുടെ പെയിന്റിങ്ങുകൾ മേടിച്ചു. ആ ചാരിറ്റി ട്രസ്റ്റിന്റെ പേരിൽ, ചാരിറ്റിയുടെ മറവിൽ മെഡിക്കൽ ക്യാമ്പുകളുടെ പേരിൽ എത്ര കോടികൾ ഇവരുണ്ടാക്കി. ഇതെല്ലാം വരും ദിവസങ്ങളിൽ കേരളം ചർച്ച ചെയ്യേണ്ടുന്ന വിഷയമാണ്. ഒരു സൈഡിൽ ഭർത്താവ് ആദർശധീരൻ എന്ന പേരിൽ നിൽക്കുന്നു, മറു സൈഡിൽ ഇദ്ദേഹത്തിന്റെ PAയും മകനും കൂടി വിലപ്പെട്ട വിവരങ്ങൾ സേനയുമായി ബന്ധപ്പെട്ട കൊട്ടേഷനുകൾ, അതിന്റെ രഹസ്യ വിവരങ്ങൾ ആയുധ വ്യാപാരിക്ക് കൈമാറുന്നു. ഇന്ന് ഇയാളുടെ PA ആയിരുന്നവൻ ശതകോടീശ്വരനായി ഇവിടെ വാഴുന്നു. അവന്റെ വീട് കണ്ട AK ആന്റണിക്ക് പോലും ഇന്ന് നോക്കുക, വീട്ടിൽ ചെന്നാൽ വളരെ ദാരിദ്ര്യത്തിലുള്ള ഒരവസ്ഥയാണ്. ഇരിക്കാൻ നല്ലൊരു കസേര പോലും ഇല്ലാത്ത അവസ്ഥയിലാണ് AK ആന്റണി. ഇതൊക്കെ നാടകമല്ലേ? അദ്ദേഹത്തിന്റെ PAയുടെ വീട് നോക്കുക. മകൻ ഇതൊന്നും സഹിക്കാൻ വയ്യാതെ മകൻ അടിച്ചു പൊളിച്ച് വീട്ടിൽ നിന്നും ചാടി. ആ AK ആന്റണിയാണ് ഇന്ന് മാധ്യമങ്ങളെ കാണുവാൻ വരുന്നത്. AK ആന്റണി, നിങ്ങൾ പറയേണ്ടുന്നത്, നിങ്ങളിൽ നിന്നും പ്രതീക്ഷിക്കുന്നത് ഈ മുതുകളവന്മാരോട്, ഈ കൊട്ടത്തേങ്ങ പരുവമായ ഈ തലയും കറുപ്പിച്ച് നടക്കുന്ന ഈ കടൽ കിഴവന്മാരോട് ഒന്ന് അടങ്ങുക, കരക്കിരിക്കുക, ആൺപിള്ളാർ കളത്തിലിറങ്ങട്ടെ, പണിയറിയാവുന്ന പയ്യന്മാരെ ആരോപണങ്ങൾ ഉന്നയിച്ച് നശിപ്പിക്കുവാൻ നോക്കരുത് എന്ന് ഉപദേശിക്കുക. ഉപദേശിച്ചാൽ ആ പാർട്ടിക്കും നിങ്ങൾക്കും നല്ലത്. അതല്ലാതെ സ്വന്തം മകനെ പോലും നിയന്ത്രിക്കുവാൻ സാധിക്കാതെ BJPക്ക് വളർത്തി BJPക്ക് അർഹുവാൻ കൊടുത്ത AK ആന്റണിക്ക് എന്ത് ഉപദേശമാണ് ഇന്ന് കേരളത്തിലെ ഈ യുവ നേതാക്കന്മാർക്ക് കൊടുക്കുവാൻ സാധിക്കുക? ആ ഒരു ആകാംക്ഷയിലാണ് ഞങ്ങൾ ഇന്ന് 5 മണിയാകുമ്പോൾ, സമയം ഇപ്പോൾ ഏതാണ്ട് 3:45, ഇന്ന് 5 മണിയാകുമ്പോൾ AK ആന്റണി KPCC ആസ്ഥാനത്ത് മാധ്യമങ്ങളെ കാണും എന്നാണ് അറിയിച്ചിരിക്കുന്നത്. AK ആന്റണി, അദ്ദേഹത്തിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഈ കേക്കച്ചനും ഈ കോൺഗ്രസ് പ്രസ്ഥാനത്തെ തൂക്കിവിറ്റ ഇവന്മാർക്കുള്ള ഉപദേശമാണ് നിങ്ങൾ നൽകേണ്ടുന്നത്. നിങ്ങൾ നൽകേണ്ടുന്ന ഉപദേശം, നിങ്ങൾക്ക് തെറ്റിപ്പോയി, പൊതുജന വികാരത്തിനെതിരെ നിങ്ങൾ പ്രവർത്തിക്കരുത്. രാഹുൽ മാങ്കൂട്ടം എന്ന ചെറുപ്പക്കാരനെ ചേസ് ചെയ്ത് ആക്രമിക്കുവാൻ ശ്രമിക്കരുത്. ആക്രമിച്ചാൽ നിങ്ങളുടെ പാർട്ടിക്ക് ക്ഷീണമുണ്ടാവും, നിങ്ങളുടെ പാർട്ടിയുടെ അടിത്തറ തകരും. വരുന്ന
തെരഞ്ഞെടുപ്പുകളിൽ അത് പ്രതിഫലിക്കും എന്ന് മാത്രം നിങ്ങൾ പറഞ്ഞു കൊടുക്കുക. ഒന്ന് അടങ്ങുവാൻ നിങ്ങൾ പറയുക. അതുമാത്രമാണ് ചെയ്യേണ്ടുന്നത്. അതിന് പത്രസമ്മേളനത്തിന്റെ ആവശ്യമുണ്ടോ? പൊതുവായിട്ട് വിളിച്ച് ഏതെങ്കിലും ഒരപ്പൻ മക്കളെ പത്രസമ്മേളനം വിളിച്ച് തെറി വിളിക്കാറുണ്ടോ? ഏതെങ്കിലും ഒരു കുടുംബനാഥൻ, ഒരു മുതിർന്ന കാരണവർ തൻ്റെ കുടുംബാംഗങ്ങളെ ഉപദേശിക്കുവാൻ പത്രസമ്മേളനം വിളിച്ച് മൈക്കിലൂടെ ശാസിക്കാറുണ്ടോ? എന്തിനാണ് വെറുതെ ശത്രുക്കൾക്ക് കുത്തുവാനുള്ള ആവശ്യത്തിന് തന്നെ കത്തികൾ ആവശ്യത്തിന് തന്നെ യുവമാർ ഇട്ടുകൊടുത്തിട്ടുണ്ട്. ഇനി യുവമാരെ മൊത്തത്തിൽ കത്തിക്കുവാനുള്ള പെട്രോൾ കൂടി ഒഴിച്ച് തിരി കൊളുത്തി കൊടുക്കേണ്ട ആവശ്യമുണ്ടോ എന്ന് AK ആന്റണി സ്വയമേ ചിന്തിക്കുക. എന്നിട്ട് മാത്രം വീടിന് വെളിയിൽ ഇന്നിറങ്ങുക. നന്ദി, നമസ്കാരം. ITV ന്യൂസ്, റിയാക്ട് ഫോർ റൈറ്റ്. ജനങ്ങളുടെ പ്രതികരണങ്ങൾ തുടരുന്നു. ഞാൻ ഇവിടെ നിന്ന് ഈ ട്രിവാൻഡ്രത്ത് നിന്ന് തന്നെ വിളിക്കുന്നത്. പേര് ഷാജി. ഞാനൊരു എക്സ് മിലിറ്ററി മാനാണ്. എനിക്ക് പ്രത്യേകിച്ച് രാഷ്ട്രീയ താല്പര്യങ്ങളൊന്നുമില്ല. പക്ഷേ റൈറ്റ് ഫ്രം ബിഗിനിങ്, അതായത് സ്കൂളിൽ പഠിക്കുന്ന സമയം മുതൽ നമ്മൾ ഈ പേപ്പറുകൾ വായിക്കുകയും ഈ നിങ്ങളുടെ മീഡിയാസ് ഫോളോ ചെയ്യുന്നതും കൊണ്ട് ഹൂ ഇസ് ഹൂ, എവിടെയാണ് എന്നുള്ള ആരും പറഞ്ഞു തരാതെ നമുക്കറിയാം. 65 വയസ്സായി. കേരളത്തിലെ രാഷ്ട്രീയത്തിലെ കുറെ ചരിത്രപരമായ കാര്യങ്ങൾ നമുക്ക് വായിച്ചും അറിഞ്ഞും ഉള്ള അറിവ് കൊണ്ടാണ് ഞാനിപ്പോ നിങ്ങളുമായിട്ട് സംസാരിക്കുന്നത്. നിങ്ങളും പ്രത്യേകിച്ച് ഒരു രാഷ്ട്രീയത്തിന് വേണ്ടിയാണ് സംസാരിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. പക്ഷെ ഒരു രാഷ്ട്രീയത്തിൽ കണ്ട ഒരു ക്വാളിറ്റി ഇല്ലായ്മ വെളിയിൽ കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. Am I right? ഇപ്പൊ ഞാൻ ഡയറക്റ്റ് ആയിട്ട് പറഞ്ഞ VD സതീശൻ എന്ന് പറയുന്ന ഒരു നേതാവ് ഇപ്പൊ കാണിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത് എല്ലാവരും കരിയർ കോൺഷ്യസ് ഒക്കെ തന്നെയാണ്. പക്ഷേ സ്വന്തം കരിയർ മാത്രം നോക്കി ഒരു പാർട്ടിയെ ഇല്ലായ്മ ചെയ്യാൻ എങ്ങനെ കഴിയും എന്നുള്ളതിനൊരു ഉദാഹരണമാണ്. അതിന്റെ ഒരു തുടക്കം എന്ന് പറയുന്നത് ചെന്നിത്തലയെ വെട്ടിമാറ്റിയത് തന്നെയാണ്. ഈ ചെന്നിത്തലയെ കണ്ടിന്യൂ ചെയ്തിരുന്നാൽ പുള്ളിക്കും KC വേണുഗോപാലിനും ഒരു ത്രെട്ടാണെന്ന് കണ്ട് അന്ന് അവർ ഫോം ചെയ്ത ഒരു ഗ്യാങ് ആണ് ചെന്നിത്തലയെ മാറ്റി നിർത്തിയത്. എന്ന് വിചാരിച്ച് ചെന്നിത്തല കണ്ടിന്യൂ ചെയ്തിരുന്നെങ്കിൽ ഇവിടെ ഒന്നും സംഭവിക്കുകയൊന്നുമില്ല. പക്ഷേ അതിനിടയില് ഈ അണലിയെ മാറ്റി മറ്റേ രാജവെമ്പാല വന്നു എന്നുള്ളത് അങ്ങനെയുള്ള ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. അത്രേ ഉള്ളൂ. അതുകൊണ്ട് ഞാൻ അയാളെ സപ്പോർട്ട് ചെയ്തല്ല. പക്ഷെ ഇവരുടെ ഒരു രാഷ്ട്രീയ ഗെയിമാണ് അത് ഇയാൾ സർവൈവ് ചെയ്ത് VD സതീശന് എല്ലാ ഫെസിലിറ്റീസും എല്ലാ പൊസിഷനും അയാളുടെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഒരു ക്യാബിനറ്റ് റാങ്ക്, ഒരു മന്ത്രിയുടെ റാങ്ക് അല്ലേ ഓപ്പോസിഷൻ ലീഡർ എന്ന് പറയുന്നത്. ഇയാള് പിണറായി വിജയനെ ഇന്റർവ്യൂ ചെയ്യുന്ന ഒരു വീഡിയോ എനിക്ക് തോന്നുന്നു നിയമസഭാ ചാനലിലുണ്ട്. അത് കണ്ടാൽ അയാളുടെ എന്തുമാത്രം അയാള് പിണറായി വിജയനെ മനസ്സാ വരിച്ചു എന്ന് നമുക്കത് മനസ്സിലാവും. നമുക്കതിന് വിധേയത്വം എന്ന് പറയുന്നത്, അതായത് ഒരു യജമാനന്, അതായത് നമ്മൾ ഒരു അടിമയ്ക്ക് അല്ലെ ഒരു ജീവനക്കാരന് തന്റെ മുതലാളിയോട് എന്താണോ ഒരു വിധേയത്വം, അത് തന്നെയാണ്. അത് അയാളുടെ ബോഡി ലാംഗ്വേജ് ഒക്കെ കാണുമ്പോൾ മനസ്സിലാവും. ഇത് സാധാരണഗതിയിൽ സുധാകരനെ കണക്കുള്ള ഒരു നേതാവ് ഒരിക്കലും ചെയ്യുന്ന കാര്യമല്ല. ആ രണ്ടുപേരും ഇരിക്കുമ്പോൾ തന്നെ അവരുടെ ആ ഒരു ശരീരഭാഷ തന്നെ നോക്കി രണ്ട് കൊമ്പന്മാര് നിന്നാൽ എങ്ങനെയാണ്? അത് തന്നെയാണ്. അത് സാധാരണ മനുഷ്യർക്കൊക്കെ മനസ്സിലാവുന്നതാണ്. അതിനുശേഷം ഈ കേരളത്തിനകത്ത് എന്തുമാത്രം അഴിമതികളും സ്വജന പക്ഷപാതവും ഈ പറയുന്ന എല്ലാ കാര്യങ്ങളും നടന്നിട്ടുണ്ട്. അതിലൊക്കെ നിയമസഭയില് നമ്മുടെ ഈ കോടതിയില് വാദിക്കുന്ന കണക്കുള്ള കുറെ കാര്യങ്ങൾ സംസാരിക്കുന്നതല്ലാതെ കേരളത്തിലെ ആൾക്കാരെ വെളിയിൽ കൊണ്ടുവരാനോ അല്ലെങ്കിൽ ഇതിനെപ്പറ്റി ചിന്തിക്കാനോ, ചിന്തിച്ച് ബേസിക്കലി അവര് ഈ പിണറായിക്ക് എതിരായിട്ടൊരു മൂവ്മെന്റ് ഉണ്ടാക്കാനോ VD സതീശന് ഈ കഴിഞ്ഞ 4.25 കൊല്ലമായിട്ട് കഴിഞ്ഞിട്ടില്ല. എത്രയോ ചാൻസുകൾ ഇത് കളഞ്ഞതാണ്. ഇനി നമുക്ക് രാഹുൽ മാങ്കൂട്ടത്തിലേക്ക് വരാം.
ഒരു എനർജറ്റിക് ആയ ഒരു യുവ നേതാവ്, അയാളെ കൂടെ വന്ന നമുക്ക് ഒരു ഉദാഹരണത്തിന് ശബരി എന്ന് പറയുന്ന വേറൊരുത്തനെ എടുക്കാം. അവരൊക്കെ എത്രയോ ഒരു പെരിച്ചാഴി കണക്കായതല്ലാതെ, സോറി ഞാൻ ഈ ബോഡി ഷെയ്മിങ് ചെയ്യുന്നതല്ല, അല്ലാതെ ഈ പബ്ലിക് ഫോറത്തിൽ എന്തെങ്കിലും ഒരു ഓർമ്മ വയ്ക്കുന്ന എന്തെങ്കിലും ഒന്ന് സംസാരിച്ചെങ്കിലും ചെയ്തിട്ടുണ്ടോ അയാള്? അപ്പൊ അതിലെല്ലാം മുമ്പേ നിന്ന് സ്വന്തം കഴിവുകൊണ്ട് മുമ്പോട്ട് വന്ന ഒരു റിയൽ ഹീറോയാണ് രാഹുൽ മാങ്കൂട്ടം. പിന്നെ അവന്റെ നെഗറ്റീവ് സൈഡ് എന്ന് പറയുന്നത് നമുക്ക് ഒരിക്കലും കുറ്റം പറയാവുന്നതല്ല. അത് കാരണം രണ്ട് കൈപ്പത്തികൾ കൊണ്ട് അടിച്ചാലേ ശബ്ദം കേൾക്കുള്ളൂ. അത് ഇഷ്ടമില്ലാതെ ആരും അവൻ റേപ്പ് ചെയ്തതായിട്ടൊരു കേസൊന്നുമില്ല. പിന്നെ ഏതോ ഇങ്ങനെയുള്ള വഴിവിട്ട് സഞ്ചരിക്കുന്ന കുറെ പെൺകുട്ടികള്, അങ്ങനെയാണെങ്കിൽ നമുക്ക് വീഡിയോയും പറയാമല്ലോ. വീഡിക്ക് എന്ത് റിലേഷനാണ് ഈ സോക്കോൾഡ് കംപ്ലൈന്റ് ചെയ്ത ഒരു ഇരവാദം ഉന്നയിക്കുന്ന? അതും 3 കൊല്ലം മുമ്പേ. അല്ല, ഇതിനു മുമ്പ് ഇയാളുടെ മണ്ഡലത്തിലെ ഒരു വളരെ ഇതായിട്ടുള്ള ഒരു സ്ത്രീ ഇയാളെ കുറിച്ച് ഇറക്കിയ വീഡിയോ ഞാൻ കണ്ടു. അതുപോലെ ബദറു അത്തോളി എന്ന് പറഞ്ഞ ആ ഒരു സെക്സ് റാക്കറ്റക്കാരൻ, വേശ്യാലയം നടത്തിപ്പുകാരന്റെ അടുത്ത് ഇവൻ കെട്ടിപ്പോയി പിടിച്ചവനെ, ഇവർ രണ്ടുപേരും ഒരേ യൂണിഫോമിൽ നിൽക്കുന്നതിന്റെ ഫോട്ടോ, ഇതിനൊക്കെ എന്ത് എക്സ്പ്ലനേഷൻ ഇയാൾക്ക് പറയാൻ പറ്റും? അത് അല്ലെങ്കിൽ കൊള്ളാം, നിങ്ങളുടെ മൊറാൽ സൈഡില് നിങ്ങൾ നന്നായിരുന്നാൽ ആളുകൾ അക്സെപ്റ്റ് ചെയ്യും. നിങ്ങൾ തന്നെ ഈ കോൺഗ്രസിനകത്ത് എത്രയോ നേതാക്കന്മാര്, റൈറ്റ് ഫ്രം, ഞാൻ പേരെടുത്ത് പറയുന്നില്ല, നമ്മൾ പഴയ ചരിത്രം എടുത്ത പി ടി ചാക്കോ ഉള്ള ഒരു കംപ്ലൈൻസ് ഉണ്ടല്ലോ. അപ്പൊ അതൊന്നും ഇവിടെ കൊണ്ടുവന്ന് ഒരാളിനെ താഴേക്ക് കൊണ്ടുവരാനോ അല്ലെങ്കിൽ പിടിച്ച് കോളറി പിടിക്കാനായിട്ടുള്ള ഒരു രീതിയല്ല. അതൊന്നും കറക്റ്റ് അല്ല. പിന്നെ വി ഡി സതീശൻ ചിലപ്പോ ബിഹേവ് ചെയ്യുന്ന കേരളം മൊത്തം എന്നാലും അയാൾ മാറൂല എന്ന് പറയാൻ ഇയാൾക്ക് ആരാണ് ആ ഒരു പൊസിഷൻ കൊടുത്തത്? നമുക്ക് അത് കാണുമ്പോഴേ ഞാൻ പറഞ്ഞില്ലേ, ഈ വലിയ ടോറസ് ലോറി വരുമ്പോഴേ ഈ റോഡിന്റെ നടുക്ക് ചില തവള നിൽക്കും മസിൽ പെരുപ്പിച്ച് വണ്ടി മറിക്കാൻ. ഈ ടോറസ് മറിക്കാവുന്ന കാര്യമാണ് ഈ തവള ഇങ്ങനെ വീർപ്പിക്കുന്നത്. ആ ഒരു ദൃശ്യമാണ് നമുക്ക് ഇവൻ ഈ മസിൽ പിടിച്ച് എന്ന് പറയുമ്പോ അത്രത്തോളം പരിഹാസ്യനാകുന്ന ഒരു രാഷ്ട്രീയ നേതാവിന് പറ്റിയതല്ല. വേണമെങ്കിൽ അയാൾക്ക് കൊച്ചിലെ മിലിറ്ററിയിൽ പോകാമായിരുന്നല്ലോ. മിലിറ്ററിയിൽ പോയാൽ പോലും അവിടെ അക്സെപ്റ്റബിൾ അല്ല ഇത്. ആളുകൾ എന്ന് പറഞ്ഞാൽ ഫ്ലെക്സിബിൾ ആയിരിക്കണം. നമ്മൾ സിറ്റുവേഷൻ അവയർനെസ് ഉണ്ടാവണം. അതായത് ഇപ്പൊ ആർമി തന്നെ, ഡിഫൻസിൽ തന്നെ, അതായത് 2 സിമിലാരിറ്റി ഉണ്ട്. അതായത് ഒരു ആർമി ഓഫീസറും ഒരു രാഷ്ട്രീയ നേതാവും തമ്മിൽ വളരെയേറെ സാമ്യമുണ്ട്. എന്താണെന്നറിയാമോ? അതായത് നമ്മളിപ്പോ ഒരു വാർ ഫ്രണ്ടില്, അതായത് മരിക്കുമെന്ന് ഉറപ്പായിട്ടും നമ്മുടെ കൂടെ നമ്മളുടെ വാക്കുകൾ കേട്ട് നമ്മുടെ പുറകെ നമ്മുടെ സോൾജേഴ്സ് നമ്മുടെ പുറകെ അവന്റെ ജീവൻ വരെ പോകുന്ന ഉറപ്പായിട്ട് നമ്മുടെ വാക്കിലാണ് വിശ്വസിക്കാൻ വരുന്നത്. അതുപോലെ സമരമുഖത്ത് അണികൾ അടി കൊണ്ട് അവൻ ചിലപ്പോൾ ചാകാൻ വരെ സാധ്യതയുണ്ടെന്നും പറഞ്ഞുള്ള ഒരു വാർ ലൈക്ക് സിറ്റുവേഷനിലാണ് അവൻ ഫോർഫ്രണ്ടിലേക്ക് തന്റെ അണികളെ കൊണ്ട് പോകേണ്ടത്. ഒരു ഇൻഫൻട്രി ഓഫീസർ എന്ന് പറഞ്ഞാൽ അവൻ അടുക്കളയിൽ ഇരുന്നിട്ടല്ല വേർഡ് ഓഫ് ഇത് കൊടുക്കുന്നത്. അവൻ ഫ്രണ്ടിൽ നിന്നാണ് അവൻ നയിക്കുന്നത്. ഇവൻ എന്താ ചെയ്യുന്നത്? സെറിമോണിയൽ ഡ്രസ്സ് വിട്ട് ഇവിടെ അവന്റെ വീട്ടിലിരുന്ന് അവന് രാജകൊട്ടാര തുല്യമായ കന്റോൺമെന്റ് ഹൗസിലിരുന്ന് ഇവൻ ഡയറക്ഷൻ കൊടുക്കുന്ന, അല്ലാതെ ഇവൻ ഇതുവരെ ഒരു സമൂഹരുടെ മുഖത്ത് ഇയാളെ കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടില്ല. ഈ ഒരു സെറിമോണിയൽ ഡ്രസ്, അതായത് ഇപ്പൊ ഡിഫൻസിലാണെങ്കിൽ നമ്മളൊരു സെറിമണിക്ക് പോകുന്ന പോലെ ഒരു സെറിമോണിയൽ ഡ്രസ്സിലും ആ ഒരു അറ്റയറിലും അല്ലാതെ ഇയാളെ എവിടെങ്കിലും നമുക്കൊരു സാധാരണ ഒരു ഇഷ്യൂലോ ഒരു പ്രോബ്ലം ഉള്ള ഒരു പ്രശ്നങ്ങളിലോ ഇയാളെ കണ്ടിട്ടുണ്ടോ? അല്ല, ഈസ് നോട്ട് എ ലീഡർ. ഇപ്പൊ ഇയാള് എതിരായിട്ട് പല ലീഡേഴ്സും സംസാരിക്കാത്തതിന്റെ കാരണം ഇവർക്കൊക്കെ ഇപ്പൊ ടിക്കറ്റ് കൊടുക്കുന്ന സമയമായി. ഇപ്പൊ ഇതെല്ലാം ഇവരൊക്കെ ഡിസിഷൻ മേക്കേഴ്സിൽ വരുന്നവരാണ്. അപ്പൊ അവരെ മുഖം കറുപ്പിക്കണ്ട എന്ന് കരുതിയായിരിക്കും ആരും ഒന്നും മിണ്ടാതിരിക്കുന്നത്. അത് ഇതിനകത്ത് റീസൺ പറയും. അതായത് നമുക്ക് ഇന്നലെ നോക്കിയാൽ കാണാം. അതായത് ഒരു സേവാദൾ പ്രവർത്തകയുമായിട്ട് അവിഹിത ബന്ധം പുലർത്തിക്കൊണ്ടിരിക്കുമ്പം, ഈ പരിപാടി നടത്തിക്കൊണ്ടിരിക്കുമ്പം കയ്യോടെ ഡോറ് ചവിട്ടി പൊളിച്ച് തുണിയില്ലാതെ പിടിച്ച്
നൂൽ ബന്ധമില്ലാതെ ഇയാൾക്ക് പിടിക്കപ്പെടുമ്പോൾ ഒരു നിക്കർ പോലും ഇല്ലാതിരുന്ന രാജ്മോഹൻ ഉണ്ണിത്താൻ ആ രാത്രി ആ, പിടിച്ച് ഇവനെ മഞ്ചേരി മജിസ്ട്രേറ്റിന്റെ മുന്നിൽ കൊണ്ടുപോയ ഉം. ആ നാണം കെട്ടവൻ ഇന്നലെ വന്ന് നിന്ന് പറയുന്നത് കേട്ടോ. അതാണ്. രാഹുൽ വലിയ കുറ്റവാ. ഇവനെ അതുപോലെ രാഹുലിനെ പിടിക്കപ്പെട്ടിട്ടില്ല, ആ മജിസ്ട്രേറ്റിന്റെ മുന്നിൽ കൊണ്ടുപോയി റിമാൻഡ് ചെയ്തിട്ടില്ല. ഇവൻ എന്നിട്ട് നിന്ന് വെള്ളം പൂശുന്നതിന്റെ റീസൺ നമുക്ക് മനസ്സിലാക്കിക്കോണം. ഇവന്റെ ഏറ്റവും വലിയ ആഗ്രഹം ഈ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒരു സീറ്റ് ഒപ്പിക്കണം. ആ അതാണ് സീറ്റ് അത് തന്നെയാണ്. കിട്ടിക്കഴിഞ്ഞാൽ അവൻ MLA ആയാലും ഉറപ്പാ അവനൊരു മന്ത്രിസ്ഥാനം കിട്ടും. മന്ത്രിസ്ഥാനം കിട്ടും. അന്നേരം ഇത് ഈ മന്ത്രിസ്ഥാനം മോഹിയായ ഇവനും ഇതേപോലുള്ള അധികാര മോഹികളാണ് ഈ സതീശന് വേണ്ടി ഇപ്പൊ സംസാരിക്കുന്നതും ചിലര് മിണ്ടണമെന്നുണ്ടെങ്കിലും മൗനം പാലിക്കുന്നതും. കറക്റ്റ്. അത് ഈ ഈ ഇയാള് അതൊന്നും മനസ്സിലാക്കാതെ ഇയാള് രാഹുൽ മാങ്കുട്ടത്തിനെ കയറി പിടിച്ചതെന്ന് പറയുന്നത് അൺനെസസറി മൂവ്മെന്റ് ആണ്. അയാളുടെ ഡൗൺഫാൾ ഇവിടെ തൊട്ട് തുടങ്ങുകയാണ്. ഈ സമയത്ത് ഇന്ന് ഞാൻ പ്രിഫർ ചെയ്യുന്നത് പിണറായിയാണ്. ഈ പണ്ട് പറഞ്ഞിട്ടില്ലേ എന്നെ നിങ്ങൾ കമ്മ്യൂണിസ്റ്റ് ആക്കി എന്ന് പറഞ്ഞ കണക്കാണ്. ഈ യുവന്മാരുടെ ഈ പിടിപ്പുകേട് കൊണ്ട് ഒരുപാട് ആൾക്കാർ ഇവനെതിരായിട്ട് പോവുകയാണ്. ഇതിന് എന്ത് വില കൊടുത്തും വടക്കം പരവൂരിൽ ഇയാളെ തോപ്പിക്കുക എന്നുള്ളത് ഈ നാടിന്റെ നന്മയ്ക്ക് വേണ്ടി ചെയ്യുന്ന ഒരു കാര്യമാണ്. ഇങ്ങനെയുള്ള ആളുകൾ പക്ഷെ അതാണ് നമ്മൾ വേറൊരു വിരോധാഭാസമുണ്ട്. ആ ഇവനെ തോപ്പിക്കുവാൻ കോൺഗ്രസുകാർ തുനിഞ്ഞാലും ആ ഇവനെ LDF സമ്മതിക്കത്തില്ല ഇവനെ തോപ്പിക്കാൻ. കാരണം കാരണം അവർക്ക് ഇവനെ ഐശ്വര്യം എങ്ങനെങ്കിലും ഈ മോഴെ ഇവന്മാരുടെ കയ്യിൽ ഒതുങ്ങുന്ന ഇവരുടെ അച്ചാരം മേടിച്ച്, അതായത് നമ്മളിപ്പോ ഒരു പട്ടിയെ വളർത്ത് കാണുന്നുണ്ടല്ലോ, നമ്മളത് ആ വളരെ വളരെ ലേത്തലായിട്ടുള്ള വളരെ അക്രമാസക്തനായ നായാണെങ്കിലും നമ്മുടെ എച്ചിൽ കൊടുത്ത് വളർത്ത് കഴിയുമ്പോൾ നമ്മളോടൊരു ലോയൽറ്റി ഉണ്ടാവും. നമ്മൾ അല്ല ഒരിക്കലും അത് കടിക്കത്തില്ല എന്നുള്ളൊരു വിശ്വാസം. കറക്റ്റ്. ഇവനെ അങ്ങനെ വളർത്തി കഥ പറഞ്ഞ കഴിഞ്ഞ 5 ടേമിലും ആ ഏറ്റവും, അതായത് CPIയുടെ ഞാൻ കണ്ടു സീറ്റാ, അത്. ആ അങ്ങനെയുള്ള ഞാൻ ഒരു കണ്ടു. സ്ഥലത്തിട്ട് ഇവനെ ഷുവർ ഷോട്ടായിട്ട് ഇവനെ ഏറ്റവും മോശം സ്ഥാനാർത്ഥികളെ ഇട്ടുകൊടുത്ത് ഇവനെ CPI രക്ഷിച്ചുകൊണ്ടിരിക. BJP അത് അതിന് ഒത്താശ ചെയ്ത് കൊടുക്കുന്നു. BJP ഇതുപോലെ തന്നെ ആരും അറിയാത്ത ഒരു സ്ഥാനാർത്ഥി ഇട്ട് കൊടുക്കുന്നത് കൊണ്ട് മാത്രം ഇവൻ ഇതുവരെ കയറിയേക്കുന്നത്. അല്ലെ ഇവൻ ഈ 5 തവണയോടെ ജയിക്കുവോ? ജയിക്കത്തില്ല, ഒരിക്കലും ജയിക്കത്തില്ല. അന്നേരം ഇവന്റെ കോൺഫിഡൻസ് എന്താണെന്നറിയാമോ? ഈ ആ കോൺഗ്രസ് പ്രവർത്തകരെ വെറുത്താലും അവന്റെ മണ്ഡലത്തിൽ അവൻ ജയിക്കും. ജയിക്കണം. അത് കോൺഗ്രസുകാരുടെ വോട്ട് അവന് വേണ്ട. ആ BJPയും LDF ഉള്ളിടത്തോളം കാലം ഇവരുടെ രണ്ടുപേരുടെയും വോട്ട് കമ്പൈൻഡ് ആയിട്ട് വന്നു കഴിഞ്ഞാലും ഒരു ഒരു 5% കോൺഗ്രസ് പ്രവർത്തകരുടെ അത്രയും കൈപ്പത്തി കണ്ടാൽ ആ കുത്തുന്ന ആ ഒരു മാനസിക രോഗമുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇവരുടെ വോട്ട് മതി. മതി. അതുകൊണ്ടാണ് അത് ഇവൻ തന്നെ കോൺഗ്രസ് വിരുദ്ധ പ്രവർത്തനങ്ങൾ എത്ര നടത്തിയാലും കോൺഗ്രസ്സുകാരെ വെറുപ്പിച്ചുകൊണ്ട് ഇവൻ നിൽക്കുന്നതിന്റെ റീസൺ എന്ന് പറഞ്ഞാൽ അവന് കോൺഗ്രസ്സുകാരന്റെ വോട്ട് വേണ്ട. അത് തന്നെയാണ് ഇവർക്ക് ഐശ്വര്യമാണ്. ഈ AKG സെന്ററിന്റെ ഐശ്വര്യം എന്ന് പറഞ്ഞ് അവരവിടെ ഫോട്ടോ ബോർഡ് വെച്ചിട്ടുണ്ട്, നമുക്ക് കാണാൻ പറ്റത്തില്ലേ ഉള്ളൂ. ആ ഇവരുടെ ഏറ്റവും വലിയ അതായത് ഇവരുടെ സമ്മേളന ഹാളിൽ ഇവന്റെ ഈ കേക്കറ്റന്റെ ഫോട്ടോ അവർ ഫ്രെയിം ചെയ്ത് വെച്ചേക്കോ മാലയിട്ട്. കേക്കറ്റന്റെ ഐശ്വര്യം അത് തന്നെയാണ്. അതിൽ യാതൊരു സംശയമില്ല. നിങ്ങളത് റൈറ്റ് ടൈമിൽ അതിനെ ആൾക്കാരുടെ മുന്നിൽ എത്തിച്ചത് വളരെ മഹാഭാഗ്യമാണ്. കാരണം ഇവൻ എന്തൊരു മാനിപ്പുലേറ്റർ ആണെന്ന് നോക്കി. അതായത് ഇവിടുത്തെ പ്രധാനപ്പെട്ട മാധ്യമങ്ങളെന്ന് ജനങ്ങൾ കരുതുന്ന ആ മാധ്യമങ്ങൾക്ക് കോടികൾ ഇറക്കി ഇത്തരം കിട്ടുന്ന ഡീലുകളുടെ നക്കപ്പിച്ച ഇട്ട് കൊടുത്താൽ ഇവന്മാരൊക്കെ ശമ്പളം കൊടുക്കാൻ പോലും ബുദ്ധിമുട്ടാതെ കിടന്ന് ഈ ചാനലിന്റെ ഈ പേരും ഇതൊക്കെ ഉള്ളൂ. ശമ്പളം കൊടുക്കാൻ വയ്യാതെ ഇവന്മാര് ഏത് വ്യഭിചാരി ഏത് മറ്റേ അലവലാതിക്ക് വേണ്ടി ഇവന്മാര് PR പണി ചെയ്യും. അവനെന്ന് പറഞ്ഞാൽ ഡെയിലി ടച്ചിന്, അതായത് അന്ന് ചാനൽ ഓടിക്കാനുള്ള പൈസ ഏതോ കൊടുക്കുന്നു, അവനെ അച്ചാന്ന് വേണം ഇവന്മാര് വിളിക്കും. ഇവൻ പറയുവാണ് ഇപ്പൊ എന്നെ അച്ചാന്ന് വിളിക്കണം, ഇന്ന് നിനക്ക് ഇത്ര രൂപ തരും. അല്ല മുട്ടയൊക്കെ ഒരു ഫെയിലിയർ ആണ്. ഈ ജേർണലിസ്റ്റ് എന്നൊക്കെ വിളിക്കാൻ ഉള്ള ഒരു അല്ല. ഈ അരുണിന്റെ ടോട്ടൽ ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത് അവന്റെ ലൈഫ് തന്നെ ഒരു എനിക്ക് തോന്നുന്നു ഈ ഒരു റിഫ്ലക്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഒരു ഈ പറഞ്ഞ സൈക്കോ, ഞാൻ പറഞ്ഞില്ലേ ഈ സൈക്കോ, അതായത് നമുക്ക് ഇങ്ങനെയുള്ള ഈ പെറുവേട്ട പണി ചെയ്യുമ്പോഴത്തേക്ക് അതിൽ നിന്നൊരു ലഹരി കിട്ടിക്കഴിയുമ്പോഴത്തേക്കും ഒരു എനർജി പമ്പാവുമല്ലോ. അത് തന്നെ ഈ സാധനമാണ്. എന്നിട്ട് അവൻ മറ്റേ ഇതൂടെ എന്തോ കലക്കി കുടിക്കുകയും കൂടെ ചെയ്യുന്നുണ്ട് ഇതിന് ഉത്തേജനം കിട്ടാൻ വേണ്ടി. എന്തോ സ്റ്റുപ്പിഡിറ്റി അതായത് ഈ 10 കൊല്ലം മുമ്പേ നമ്മുടെ വെസ്റ്റേൺ ചാനൽസ് ഒക്കെ പയറ്റിയ സാധനമാണ് കോഫി വിത്ത് സോ ആൻഡ് സോ.
അല്ലെങ്കിൽ ഓക്കെ. ഇതുപോലെ നമ്മൾ നാഷണൽ മീഡിയയിലേക്ക് വളരെ മഹാരഥന്മാരായിട്ടുള്ള ആളുകളൊക്കെ ചെയ്ത അതാ സാധനത്തിനെ അതാ. അവൻ ഇന്ന് ഇതെടുത്ത് ഇത് കണ്ടം ചെയ്ത സാധനത്തിന് ഇവൻ ഇന്ന് ഇവിടെ എന്തോ സംഭവം എന്ന് പറഞ്ഞിട്ട് ഇവൻ ഈ ഒരു കപ്പും എടുത്തോണ്ട് നിൽക്കുവോ എന്തൊരു ഇവന് ഇവനൊരു സാമാന്യ ബോധം പോലും ഇവനുണ്ടോ? ഇത് അതൊക്കെ ഈ എന്താ പറയുന്ന ഒരു ഈ പോപ്പുലാരിറ്റി റേസ് ആണ് ഇത്. എന്ത് ചെയ്താൽ ഞാൻ പോപ്പുലർ ആവും എന്നുള്ളതാണ്. അത് പറഞ്ഞ ഈ നിറകുടം തുളുമ്പത്തില്ല എന്ന് പറഞ്ഞ പോലെ ഇവൻ ഏച്ച് കെട്ടിയും വെച്ച് കെട്ടിയും, കാരണം ഇവന് ഈ പറയുന്ന പോലെ ഇതെല്ലാം അവൻ പിടിച്ചു നിൽക്കുന്നത്. ഫ്രിൽസ് ഇല്ലെങ്കിൽ പോയി. അതാ ഇവൻ സാധാരണ ഒരു അട്ടയർ ഇട്ടോണ്ട് ഇവനെ നമ്മൾ സങ്കല്പിച്ചു നോക്കി. അതാ അന്നേരം ഇവനെ സംബന്ധിച്ചാൽ ഇവന് ശ്രദ്ധിക്കണം എന്നുണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെയുള്ള എന്തെങ്കിലും ഒക്കെ കംപ്ലീറ്റ്. എന്നിട്ട് ഇപ്പൊ പുതിയ കാലഘട്ടത്തിന്റെ ടെക്നോളജി ഉണ്ടല്ലോ, ഈ പറയുന്ന ഓഗ്മെന്റ് റിയാലിറ്റി, ഇറ്റ്സ് നോട്ട് റിയൽ. വാർത്തയും അതുപോലെ തന്നെ ഇറ്റ്സ് എ മാനിപ്പുലേറ്റഡ്, ഇങ്ങനെയുള്ള വളരെ ഹൈപ്ഡ് കുക്ക്ഡ് സ്റ്റോറീസ് വിളമ്പുന്ന. അതായത് നമ്മളിപ്പോ അങ്ങനെയൊക്കെ ആണെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ, ഈ വലിയ വലിയ ചില ഹോട്ടലുകളുടെ എന്ന് പറഞ്ഞാൽ അടുക്കള എന്ന് പറഞ്ഞാൽ നമുക്ക് മൂക്കും പൊത്തി കയറേണ്ടി വരും. പക്ഷെ അത് സെർവ് ചെയ്യുന്നവനെ സംബന്ധിച്ചിടത്തോണ്ടല്ലോ, അവന് കോട്ടും ഒക്കെ കൊടുത്ത് നെക്ക് ടൈയും ഒക്കെ കൊടുത്ത് തലയിൽ ക്യാപ്പും ഒക്കെ വെച്ചിട്ട് നമ്മൾ സെർവ് ചെയ്യാൻ നിർത്തും. അതുപോലെ ഇവൻ ന്യൂസിനെ ഈ വ്യാജ ഫാക്ടറിയിൽ നാറുന്ന അവസ്ഥയിൽ കുക്ക് ചെയ്യുന്ന സാധനത്തിനെ സെർവ് ചെയ്യാൻ വേണ്ടി ഒരുത്തനെ നിർത്തിയേക്കുന്ന ഒരു വെയിറ്റർ. അത് തന്നെയാണ് ആ ഇലക്ഷൻ സമയത്ത് ഒരു കുതിരയുടെ പുറത്ത് കയറിയത്. അതിന് തന്നെയാണ്. അതാ പറയുന്നത്. ഈ നമ്മളിപ്പോ കച്ചവടം നടത്തുമ്പോ നമ്മളൊരു ഹോട്ടൽ മുതലാളിയാണെങ്കിൽ അന്നേരം നമുക്കൊരു ഈ ഇങ്ങനെയുള്ളവനെ ഓരോ കോലം കെട്ടിച്ച് നമ്മൾ വിളമ്പാൻ നിർത്തണമ്പോഴത്തേക്ക് അവനെ കാണുമ്പോൾ ആളുകൾക്ക് ഒരു അൺപ്ലസന്റ് തോന്നാത്ത രീതിയിൽ ഒരു നല്ലൊരു വെയിറ്റ്. അന്നേരം ഇവന് ഇതിനെ കുറിച്ച് ഇതിന്റെ വ്യാജ ഫാക്ടറിയുടെ ബാക്കിൽ ഇരുന്ന് ഇവന്മാര് അത് കുക്ക് ചെയ്ത് കൊടുക്കും. അത് തന്നെയാണ് നമ്മുടെ അതിനുള്ള ഏറ്റവും ക്ലാസിക് എക്സാമ്പിൾ ആണ് മനോരമ വന്ന ഒരു പരസ്യം കണ്ടുകൊണ്ട് ഇവരൊരു മണ്ടത്തരം വിളിച്ചു പറഞ്ഞത് ഓർമ്മയുണ്ടോ? നേരത്തെ ചന്ദ്രന് അവര് പരസ്യം ചെയ്താണ് അത്. അന്നേരം ഇതെന്ന് പറഞ്ഞാല് അത് കണ്ട് ഇവൻ വാർത്തയാണെന്ന് തെറ്റിദ്ധരിച്ച് ഇവൻ നിന്ന് കോൺഫിഡന്റോടുകൂടി കീർന്ന് കണ്ടോണ്ട് ഇവന് ഇത് പുറകിൽ നിന്ന് സ്ക്രിപ്റ്റ് കൊടുക്കുന്ന സാധനം അനുസരിച്ച് ഇവൻ വേറെ ഒന്നും നോക്കുന്നില്ല, ഇവൻ വായിക്കുക അങ്ങ്. അവന് യഥാർത്ഥത്തില് ആ വാർത്തയോടുകൂടി അവൻ ഈ മതിയാക്കി പോവേണ്ടതാണ്. പിന്നെ അതാ പറഞ്ഞ ആളുകളെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറഞ്ഞ ഇന്ന് ആളുകളെ സംബന്ധിച്ചിടത്തോളം എന്തുവാ, ഇവർക്ക് വാർത്തയിലോ അല്ലെ എന്റർടൈൻമെന്റിലോ ഒക്കെ ഉപരി ഈ വാർത്ത ഇവന്മാര് വ്യഭിചരിച്ച് കണ്ട ഇതിന്റെ ഒരു ഫോർമാറ്റ് ഒന്ന് സത്യസന്ധമായ വാർത്ത പറയുന്നതിന് ഇത്തരത്തിലുള്ള വളച്ചുകെട്ടലും വേഷം കെട്ടലുകളും ആർട്ടിസ്റ്റുകളും ഒക്കെ എന്തിനാ? അതായത് വാർത്തകളെ ഇവര് മാനിപ്പുലേറ്റ് ചെയ്ത് അവർക്ക് ഇഷ്ടമുള്ള രീതിയിലാക്കി എടുക്കുക എന്നുള്ളത് തന്നെയാണ്. അത് ഈ രാഹുൽ മാങ്കൂട്ടത്തിന്റെ കാര്യത്തിലും ഈ യഥാർത്ഥത്തിൽ ഇത് തന്നെയാണ് സംഭവിച്ചത്. അതിന് അയാൾ ഇന്നലെ നിയമസഭയിൽ പോയത് വളരെ വളരെ നല്ല കാര്യമാണ്. അല്ലായിരുന്നെങ്കിൽ ഇയാളുടെ മുന്നിൽ സറണ്ടർ ചെയ്യുന്ന പോലെ ആവുമായിരുന്നു. അതെന്തായാലും നിങ്ങളും അതിനൊരു എന്താ പറയുന്ന ഒരു ഉത്തേജനം കൊടുത്തു തന്നെ പറയാം. എന്റെ പേര് കുര്യാക്കോസ്. ഞാൻ ഇതിനു മുമ്പ് വിളിച്ചിട്ടുണ്ട്. നെടുമ്പാശ്ശേരി എയർപോർട്ടിന്റെ അടുത്താണ്. പക്ഷെ ഞാൻ നമ്മുടെ ഈ ചാനലിനൊരു നന്ദി പറയാൻ, അതുപോലെ ഇത്രയും ദിവസം കഷ്ടപ്പെട്ട് ഈ ചാനൽ നല്ല രീതിയിൽ കൊണ്ടുപോയ സാറിനും, അതുപോലെ തന്നെ ഇന്നലെ വരെ ഭയങ്കര വിഷമമായിരുന്നു. കാരണം മാങ്കൂട്ടം പങ്കെടുക്കുവോ ആകെ ഭയങ്കര വിഷമത്തിലായിരുന്നു. പക്ഷെ അങ്ങേര് ഇന്ന് നിയമസഭയിൽ ചെന്നൈയില് വളരെ സന്തോഷവും, അതുപോലെ എന്റെ ജീവിതത്തിൽ എനിക്ക് മൂന്നാമത്തെ ഒരു സങ്കടമാണ്. ഒന്ന് ഇന്ദിരാഗാന്ധിയുടെ മരണം, 2 രാജീവ് ഗാന്ധിയുടെ മരണം, 3 ഇത്. എന്റെ ഒരു കോൺഗ്രസ്സുകാരനാണ്. എന്റെ ചെറുപ്പത്തില് 22-23 വയസ്സുള്ള സമയത്ത് ഞാൻ സേവകളിലൊക്കെ പ്രവർത്തിച്ച് മണ്ഡലം മുഴുക്ക നടന്നിട്ടുള്ള ഒരാളാണ്. മണ്ഡലം മുഴുക്ക ഈ നമ്മുടെ ഈ കതറിന്റെ കുന്തോടുകൂടിയൊക്കെ ഇട്ട് ഗ്രൂപ്പിയും ഒക്കെ വെച്ച് ഈ മണ്ഡലം, ഈ നെടുമ്പാശ്ശേരി മണ്ഡലവും അതുപോലെ തന്നെ ഇന്നുവരെ പഞ്ചായത്തും ഒക്കെ നടന്ന് പദയാത്ര നടത്തി വൈകുന്നേരം യോഗം കഴിഞ്ഞ് 12 മണി 1 മണിയാകുമ്പോൾ വീട്ടിൽ വന്ന ഒരു വ്യക്തിയാണ്. പിന്നെ എന്റെ കമ്പനിയിൽ ഞാൻ പോരുന്നവര് INTUC ഒരു കമ്മിറ്റി മെമ്പറുമായിട്ട് പിരിയുന്നവര് 72 വയസ്സായി, 71 വയസ്സിലാണ് ഞാനിപ്പോ. അപ്പൊ എനിക്ക് ഭയങ്കര വിഷമമുണ്ടായിരുന്നു ഈ സംഭവം. അപ്പൊ ഇത് സുനിൽ സാറിന്റെ ഈ ഒരു ചാനൽ, ഇതിനു മുമ്പ് ഞാൻ സാറിന്റെ ചാനൽ കാണാറുണ്ടായിരുന്നു. അപ്പൊ ഇതിൽ ഇത്തിരി സത്യസന്ധത ഉണ്ട് സാറ് പറയണതെന്നും എനിക്ക് ഒരു വിശ്വാസത്തിന്റെ പുറത്ത് ഞാൻ ദിവസം കാണാറുകൊണ്ട് എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു. പക്ഷെ ഇത് കോൺഗ്രസ്സുകാർ ഇങ്ങനെ നേതൃസ്ഥാനത്തിരുന്നുകൊണ്ട് ഇങ്ങനെയുള്ള തീരുമാനങ്ങൾ എടുത്ത അണികൾ എന്ത് ചെയ്യും?
ഈ അണികളൊക്കെ പാർട്ടിക്ക് വേണ്ടേ, ഈ പാർട്ടി പ്രസ്ഥാനത്തിന് വേണ്ടേ? അണികളില്ലെങ്കിൽ പിന്നെ എന്തുകൊണ്ട് പാർട്ടിയാ? സതീശൻ മാത്രം വിചാരിച്ച എന്തെങ്കിലും നടക്കൂ? അദ്ദേഹം എന്റെ അഭിപ്രായത്തിൽ ഈ പ്രിയോഷ് മേധാവി സ്ഥാനം രാജിവെക്കുക, വേറെ ആർക്കെങ്കിലും ആ സ്ഥാനം കൊടുക്കുക. പിന്നെ രണ്ടാമത് എനിക്ക് ഒരു കാര്യം പറയാനുള്ളത്, ഈ എന്താ പറയാ, നമ്മുടെ ഈ KPCC പ്രസിഡന്റ് ശുദ്ധമായ മനുഷ്യൻ അദ്ദേഹത്തെ ഞാൻ കുറ്റമൊന്നും പറയുന്നില്ല, പക്ഷെ അദ്ദേഹത്തിന് ഈ കസേര യോജിച്ചതല്ല സാറേ. അത് 100% ഞാൻ പറയാണ്, അദ്ദേഹത്തിന് യോജിച്ചൊരു കസേരയല്ല ഇത്. നമ്മുടെ സുധാകരൻ ഇരുന്ന കസേരയിൽ ഇരിക്കാൻ അദ്ദേഹം യോഗ്യനല്ല. കണ്ണൂർക്കാരനാണ്, അദ്ദേഹം പഠിച്ച ക്ലാസ്സിലാണ് പുള്ളി പഠിച്ചെങ്കിലും അദ്ദേഹത്തിന്റെ പഠനം പോലെ ഇദ്ദേഹം അതിന്റെ പരിസരത്ത് പോലും എത്തിയിട്ടില്ല എന്നാണ് എന്റെ വിശ്വാസം. തങ്കമായ ഒരു മനുഷ്യൻ അദ്ദേഹവും ഈ KPCC സ്ഥാനത്ത് മാറി നല്ലൊരു മിടുക്കനായ ഒരാളെ ആ സ്ഥാനത്ത് കൊണ്ടുവരിക, എങ്കിലേ കോൺഗ്രസ് രക്ഷപ്പെടുള്ളൂ. ഈ രമേശ് ചെന്നിത്തലയും അതുപോലെ ഈ കേന്ദ്രത്തിൽ നിന്നൊരു ഉണ്ടല്ലോ, നമ്മുടെ രാഹുൽ ഗാന്ധിയുടെ ഗുണാണ്ടറായിട്ട് നടക്കുന്ന ഒരു പുള്ളിയുണ്ട്, ആ പുള്ളിയും അതുപോലെ തന്നെ ഈ സതീശനും ഒക്കെ ഇവിടെ നിന്ന് മാറി നിന്നാൽ ഈ കോൺഗ്രസ് രക്ഷപ്പെടും. ഇനിയും പ്രതിപക്ഷ സ്ഥാനത്ത് അദ്ദേഹം ഇരിക്കാതിരിക്കാന്നുള്ളത്. ഇനി അടുത്ത തെരഞ്ഞെടുപ്പിന് നേരിടുമ്പോൾ ശക്തരായ നേതാക്കന്മാരെ നമ്മുടെ ഇടയിലുണ്ട് ഇഷ്ടം പോലെ. പിന്നെ എനിക്ക് ഒരു കാര്യം കൂടി പറഞ്ഞു നിർത്താണ്. അതായത് നമ്മുടെ KSUവിലും യൂത്ത് കോൺഗ്രസിലും നല്ല മിടുക്കന്മാരായ പയ്യന്മാരുണ്ട്. ഇവരുടെ നേതൃത്വത്തിൽ ഇനിയും ഇവര് കളിച്ച് ഇവര് ഈ നേതൃത്വത്തിന് അനുഭവിച്ച് പോവുകയാണെങ്കിൽ ഒത്തിരി ഇവരെയും തല്ലുള്ളൂ. 100% ഉറപ്പ്, 100%. KSUവിൽ തന്നെ മിടുക്കന്മാർ പയ്യന്മാരുണ്ട് വളർന്നു തന്നെ, അതുപോലെ യൂത്ത് കോൺഗ്രസിലും ഉണ്ട്. പക്ഷെ ഇവര് ഒത്തിരി തല്ലുള്ളൂ ഈ നേതൃത്വത്തിന് എന്റെ പിന്നിലാണ് വരുന്നത്. അപ്പൊ അതുകൊണ്ട് ഈ നേതൃത്വം മാറുക. അതുപോലെ നല്ല മിടുക്കന്മാരെ എനിക്ക് അഭിമാനിക്ക് നല്ലൊരു മിടുക്കനാണ്. പക്ഷെ അദ്ദേഹം രമേശ് ചെന്നിത്തലയുടെ കെയർ ഓഫിലാണ് വരുന്നതെങ്കിൽ അദ്ദേഹത്തിന് സീറ്റ് കിട്ടിയാലും ജയിക്കുമെന്ന് എനിക്ക് ബോധ്യമില്ല, ഉറപ്പ് ഞാൻ പറയുന്നു. അദ്ദേഹം മിടുക്കനാണ്. അതുപോലെ ഞങ്ങളുടെ ഇവിടെ അയ്യമ്പുഴ എന്നൊരു പയ്യൻ വരുന്നുണ്ട്, അങ്കമാലി റൂട്ട്, മിടുക്കനാണ്. അങ്ങനെയുള്ള ചെറുപ്പക്കാർ ഞങ്ങൾക്ക് വരണം, എന്നാലേ കോൺഗ്രസ് രക്ഷപ്പെടുള്ളൂ. മനസ്സുകൊണ്ട് ഭയങ്കര വിഷമമുണ്ടായി. പക്ഷെ എന്തായാലും ഈ രാഹുൽ മങ്കൂട്ടൻ നിയമസഭയിലെത്തിയതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. ഇനി അടുത്തതായിട്ട് പുള്ളി ഇനി പോയില്ലെങ്കിലും കുഴപ്പമില്ല, അദ്ദേഹം പാലക്കാട്ടേക്ക് പൊക്കോട്ടെ, അവിടുത്തെ ജനങ്ങളുടെ കാര്യങ്ങളൊക്കെ ഒന്ന് പരിശോധിക്കട്ടെ, എന്തൊക്കെയാ അവിടെ കുറവുകളെന്നൊക്കെ ഒന്ന് നികത്തി മുമ്പോട്ട് പോട്ടെ. കുറ്റങ്ങളില്ലാത്ത മനുഷ്യരില്ല സാറേ, എല്ലാവർക്കും കുറ്റങ്ങളുണ്ട്. ആരെ കുറ്റം ചെയ്യാത്തവര്? പക്ഷെ ചെറിയ ചെറിയ തെറ്റുകൾ ഉണ്ടെന്നും പറഞ്ഞുകൊണ്ട് ഇതേമാതിരി ചവിട്ടിക്കൂട്ടാൻ വേണ്ടിയിട്ട് പാർട്ടിയുടെ അണികളെ എടുത്ത് വലിച്ചെറിഞ്ഞിട്ട് കൊടുക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നേതൃത്വത്തിന് പറ്റിയൊരു പരിപാടിയല്ല. ഞാൻ നിർത്താണ്. സന്തോഷം. തൃശ്ശൂർന്ന് ജോജോണ്. അതുപോലെ തന്നെ ഈ തുടക്കം മുതൽ ഇതിന്റെ തുടക്കത്തിൽ തന്നെ ITV ചാനലും സുനിൽ സാറുടെ ഈ നിലപാട് ഇന്ന് സത്യമാണെന്നും അത് വിജയമാണെന്നും ദൈവം അത് ലോകത്തിന്റെ മുന്നിൽ സാക്ഷ്യപ്പെടുത്തിയിരിക്കുകയാണ്. ഇതൊരു തിരിച്ചറിവാണ്. ഇത് ജനത്തിന്റെ ശക്തി ഇനി അറിയാൻ പോകുന്നുള്ളൂ. തെറ്റുകൾ പഴയ കാലത്തെ പോലെ മൂടി വെക്കാൻ പറ്റില്ലെന്നുള്ള ഏത് രാഷ്ട്രീയക്കാർക്കും മനസ്സിലാക്കാൻ പോകുന്ന ഒരു സന്ദേശമായി മാറും. എല്ലാ ചാനലുകളിലും വ്യത്യസ്തമായിട്ടാണ് ITV ചാനല് ഈ വിഷയം കൈകാര്യം ചെയ്തതും ഇന്ന് എല്ലാവരുടെയും വാർത്ത രാഹുലിലേക്ക് കേന്ദ്രീകരിച്ചു എന്നുള്ളതാണ്. അപ്പോ ബിഗ് സല്യൂട്ട് ITV ചാനൽ ഓർ സുനിൽ സാർ. എന്തായാലും ഇനിയും ഇതുപോലുള്ള വലിയ കാര്യങ്ങളിൽ സത്യസന്ധമായി നിലപാടെടുക്കണമെന്ന് ഏറ്റവും താഴ്മയോടെ അറിയിക്കാനാണ് ഏറ്റവും സന്തോഷത്തോടെ ഈ കാര്യം ഞാൻ വിളിച്ചു പറയാൻ ശ്രമിച്ചു. ഇതുപോലെ ആയിരിക്കണം ഈ വിഷയത്തില് എല്ലാ പൊളിറ്റിക്സിനും ഇതൊരു പാഠമായിരിക്കട്ടെ. ഏകാധിപത്യ ചക്രവർത്തിമാരല്ല എന്നുള്ളത് തെളിയിക്കുന്ന ഒരു കാര്യമാണ് ഇപ്പൊ ITV ചാനലിലൂടെ ഇന്ന് എല്ലാ ചാനലുകാരും രാഹുലിന്റെ പിന്നാലെയാണ്. ആദ്യം മുതലേ ആരും ഇല്ലാത്ത സമയത്ത് ITV ചാനൽ സുൻസാറാണ് ഇതിന്റെ മുന്നിൽ നിന്നത്. അന്ന് ആരും ഉണ്ടായിരുന്നില്ല. ഇന്ന് കാണുന്നത് ഇത്രയും വലിയ മാധ്യമങ്ങളൊക്കെ രാഹുലിന്റെ പിന്നാലെ ഓടി നടക്കാണ് ഒരു ബൈറ്റ് കിട്ടാൻ, ഒരു വാക്ക് കിട്ടാൻ. എന്തായാലും ബിഗ് സല്യൂട്ട്, ബിഗ് എന്താ പറയാ, ഏറ്റവും നല്ല ആശംസകൾ നേരുന്നു. ഓക്കെ, താങ്ക് യു. എന്റെ പേര് ജിജി, ഇടുക്കി. KPCC പ്രസിഡന്റ് യൂത്ത് കോൺഗ്രസ്സുകാരന്റെ ഒരു ഇച്ചിരി മൂത്രം കുടിക്കുന്നത് നല്ലതാണ്. മൂത്രം ആരോഗ്യത്തിന് നല്ലതാണ്, നട്ടലിന് ബലം വയ്ക്കും. എന്നാണേലും രാഹുൽ ഈശ്വരും സുനിൽ മാത്യുവിനാണ് ഇതിന്റെ ഒരു 90% ക്രെഡിറ്റ് ഉള്ളത്. പിന്നെ ഈ VD സതീശന്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാല് VD സതീശന് ഇന്ന് ആദ്യമായിട്ടല്ല വെറലൂർ അവിടെ പോയി തീറ്റയ്ക്ക് പോയിരിക്കണേ. അവൻ എന്ത് നിലപാടിന്റെ രാജകുമാരന്
അവന് നിലപാടെന്ന് പറഞ്ഞാൽ നിലപാടുണ്ടായിരുന്നെങ്കിൽ അവൻ ആ ആശാ വർക്കർമാരുടെ കൊടുത്തിരുന്ന് ഓണമെന്ന് പറഞ്ഞു. അതൊരു നിലപാടാണെന്ന് പറയാം. ഇവനന്ന് ക്യാമറ ഉണ്ടായിരുന്നപ്പോൾ മാത്രം ആശാ വർക്കർമാരുടെ കൊടുത്ത് ദിവസവും പോകുന്നു, അത് കഴിഞ്ഞ് ഇവൻ അങ്ങോട്ട് തിരിഞ്ഞു നോക്കിയിട്ടുണ്ടോ? അതാ നിലപാട്. പിന്നെ അതുകൊണ്ട് തന്നെ ഇവന് ഇതിനു മുമ്പും തീറ്റയ്ക്ക് പോയി നിൽക്കുന്നത് നമ്മൾ ജനശ്രദ്ധിച്ചിട്ടുണ്ട്. കെ രമയുടെ കൈ തല്ലി ഒടിച്ചെന്ന് അന്ന് എന്തോ ഒരു ഫംഗ്ഷൻ ഉണ്ടായിരുന്നു. അന്ന് വൈകിട്ട് മുഖ്യമന്ത്രിയുടെ അടുത്ത് പോയി നിന്നിട്ട് ഇവന് മുമ്പാനായിട്ട് പോയി ക്യാമറയുടെ മുന്നിൽ ചിരിച്ചുകൊണ്ടിരിക്കുന്ന കണ്ടില്ലേ? അന്ന് സുധാകരൻ സാറാണെങ്കിൽ മുഖ്യമന്ത്രി അവിടുന്ന് പോയതിന് ശേഷമാണ് അങ്ങോട്ട് വന്നത് തന്നെ. അപ്പം ഇനിയിപ്പം പറവൂരുകാര് ഈ വി ഡി സതീശനെ വീട്ടിലിരുത്തിയാൽ മാത്രമേ ഈ കേരളം രക്ഷപ്പെടുകയുള്ളൂ. അടുത്ത തലമുറയും ജീവിക്കണ്ടേ? എന്നാലും പറവൂരുകാരെ അത് കേരളത്തിന് വേണ്ടിട്ട്, കേരളത്തിലെ അടുത്ത തലമുറയോട് വേണ്ടിട്ട് ഇവനെ തോപ്പിച്ചു കൊടുക്കണം. ഇവൻ മാത്രമല്ല, സുനിൽ സാറ് പറഞ്ഞ 2-3 പേരുടെ പേരാ പറഞ്ഞേ. ആ കൂട്ടത്തിൽ വേറൊരാളും കൂടി ഉണ്ട്, കട്ടപ്പ, ആദ്യമേ പണി കൊടുത്തവൻ. ഈ 4 സീറ്റ് പോയി കഴിഞ്ഞാൽ UDF ജയിക്കുന്നേ. 10-90 സീറ്റ് ചുമ്മാ പേരെഴുതി വെച്ച് കഴിഞ്ഞാൽ കിട്ടേണ്ട അവസ്ഥയിലായിരുന്നു. ജനം മടുത്ത് നിൽക്കുമല്ലായിരുന്നോ? ജനം മടുത്ത് നിൽക്കുമ്പോൾ ഇവന് ഈ പണി കാണിച്ചത് ഇത് വെറുപ്പിച്ചോണ്ട്. എനിക്ക് തോന്നുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് വെറുപ്പിച്ച, പണ്ടാണെങ്കിൽ മറച്ചു കുത്തുമായിരുന്നു, പാർട്ടിക്ക് മറച്ചു കുത്തിക്കുന്ന ഒരു ഇടപാടുണ്ടായിരുന്നു. ഇത് വെറുപ്പിച്ചോണ്ട് കുത്തിച്ചു കൊടുക്കണതാണ് BJPക്ക് ഓരോ സീറ്റ് പിടിക്കാനായിട്ട്. BJP സീറ്റ് പിടിച്ചില്ലെങ്കിൽ പെണ്ണകത്ത് പോകും. അത് നമ്മൾ തൃശ്ശൂർ കണ്ടതല്ലേ, പൂരം കലക്കി. അല്ലെങ്കിൽ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാനൊരു അന്ധമായ രാഷ്ട്രീയക്കാരനൊന്നും അല്ല. എനിക്ക് സുരേഷ് ഗോപി ജയിക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ ആ റിസൾട്ടിന്റെ ഫൈനൽ കണ്ടു കഴിഞ്ഞപ്പോൾ നമ്മളും കൂടി ഞെട്ടിപ്പോയി. ശരിയല്ലേ? 74,000 ഈ അത്രയും വോട്ട് തിരിച്ചു, 1,00,000 വോട്ട് തിരിച്ചും വന്ന് പിന്നെ ഇത് 74,000 വോട്ട് ഭൂരിപക്ഷമൊക്കെ കിട്ടിയെന്ന് പറയുമ്പോൾ ആ പൂരം കലക്കി ഒറ്റ വകയെ കിട്ടിയതാണ്. ഞാൻ ഇടുക്കിന്ന് വിളിക്കുന്നത് തിരിച്ചു കുത്തിക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണ്ട് ഇവിടെ ഒന്നും ഇങ്ങനെ തിരിച്ചു കുത്തിച്ചാണ്. സുലൈമാൻ റാവുത്തർ സ്വതന്ത്രനായിട്ട് നിന്ന് കഴിഞ്ഞപ്പോൾ അന്ന് CPM-മാര് ലാസ്റ്റ് റോസമ്മ ചാക്കോയ്ക്ക് തിരിച്ചു കുത്തി ജയിപ്പിക്കുകയത്. കാരണം ഒരു സ്വതന്ത്രം ജയിക്കാനായിട്ട്. അന്നത്തെ കാലത്തുമാരി ഇന്ന് പറയാൻ പറ്റില്ല. കാരണം പറഞ്ഞു കഴിഞ്ഞാൽ അണികൾ തെറി പറയും. അപ്പൊ ജനത്തെ വെറുപ്പിക്കുക, BJPക്ക് ഒരു 10-15 സീറ്റ് പിടിച്ചു കൊടുത്തില്ലെങ്കിൽ കൊടുക്കാനുള്ള ഇടപാടാണ്. വി ഡി സതീശന് പൈസ കിട്ടിയാൽ മതിയല്ലോ. എന്ത് ചട്ടത്തരവും കാണിക്കും പൈസ കിട്ടിക്കഴിഞ്ഞാൽ. അവനെ അമ്മായിക്ക് കാണുമ്പോഴുള്ള രാഷ്ട്രീയം അല്ലാണ്ട് എന്തെങ്കിലും എപ്പോഴെങ്കിലും നിലപാടുണ്ടോ? ഒരു നിലപാടിൽ അവന് ഉറച്ചു നിന്നിട്ടുണ്ടോ? ഒരു ദിവസം മൈക്ക് കാണുമ്പോൾ ക്യാമറക്കാരടുത്ത് വരുമ്പോൾ ഒരു ദിവസം പറയും, പിറ്റേ ദിവസം ആട് പുല്ല് കടിച്ചു പോകുന്ന ആ വിഷയം വിട്ടിട്ടാൻ പോവില്ലേ? എന്നാണേലും ഇനിയിപ്പം ഈ 3-4 പേരെയും അടുത്ത നിയമസഭാ ഇലക്ഷനെ തോറ്റു കഴിഞ്ഞാൽ മാത്രമേ കേരളത്തിന് പിടിച്ചേക്കുള്ളൂ. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.